ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. നല്ലൊരു ഡിഷുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒട്ടനവധി നല്ല വീഡിയോസുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം അത് നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലുള്ള വെജിറ്റേറിയൻ ഡിഷുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അതിൻ്റെ ഒരു കുക്കിംഗ് മെത്തേഡ് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഡിഷ് എന്താ നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. ഞാൻ ഉമാകൃഷ്ണൻ. ഇന്ന് നമുക്ക് ഒരു പൊട്ടറ്റോ, അതുപോലെ ഉരുളക്കിഴങ്ങ്, തക്കാളി ബേസ് ചെയ്തിട്ട് നല്ലൊരു മസാല കറിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പ്രത്യേകിച്ച് അതിന് ഞാൻ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഇപ്പം നമുക്കൊരു പൊട്ടറ്റോ ടൊമാറ്റോ മസാല ഫ്രൈ എന്നോ മറ്റോ പറയാം. അപ്പോൾ അത് നല്ലൊരു സ്പെഷ്യൽ ഡിഷാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ഞാനിവിടെ ഇപ്പം എടുത്തിട്ടുള്ളത് ഇത് ഒരു സവോള, ഒരു 1.5 സവോള, വലിയ സൈസിൽ ഞാൻ ഒരു 1.5 സവോള എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഇത് ബേസിക്കലി നമ്മൾ ആദ്യം ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വഴനയില, അതുപോലെ ഒരു 3 കഷ്ണം പട്ട, ഗ്രാമ്പൂ, കുരുമുളകും ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബേസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു തക്കാളി ബേസായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്കത് സ്പൈസി ടൊമാറ്റോ പൊട്ടറ്റോ മസാല അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ നല്ല കുറച്ച് സ്പൈസിയാണ്. സ്പൈസി പിന്നെ നമുക്ക് എരിവ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. എരിവ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് അതനുസരിച്ച് നമുക്ക് സ്പൈസി ആക്കി കൊടുക്കാം. അപ്പോൾ ഇതെന്തായാലും നമുക്ക് നന്നായിട്ട് അത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാനായിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ഇതൊന്ന് വഴറ്റി എടുക്കുന്നതിലുള്ള ഉപ്പാണ് ഞാൻ ചേർത്തത്. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടില്ല. ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ഉരുളക്കിഴങ്ങ്, വേവിച്ച ഉരുളക്കിഴങ്ങാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ 5 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ്, അതുപോലെ 6 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടുമാണ്. അപ്പം 5 ഉരുളക്കിഴങ്ങെന്ന് പറയുന്നത് ഞാൻ തക്കാളി വെച്ച് നോക്കുവാണെങ്കിൽ തക്കാളിയെക്കാട്ടിലും ക്വാണ്ടിറ്റി കുറച്ചാണ് ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചച്ചവ മാറി നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ആ ഒരു പച്ചമുളകിൻ്റെ പച്ച ഇത് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്തത്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പോൾ ഏലക്കയുടെ പൊടി, ഇപ്പം ഏലക്കാപ്പൊടി ഞാൻ ഏലക്കാപ്പൊടിയായിട്ട് ചേർത്തത് കൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. നമുക്ക് ആ എണ്ണ ചൂടാവുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു 2-4 ഏലക്ക ഇടുകയാണെങ്കിൽ പിന്നെ ഏലക്കാപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. അപ്പം ഇതിപ്പോൾ ചേർത്തിട്ട് നമുക്കിനി ഈ സമയത്ത് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് തക്കാളി ഞാനിവിടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാര്യം നമ്മൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഏതൊരു ഡിഷിനും നമുക്ക് സൈഡായിട്ട് കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ്. പക്ഷേ നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഒരിക്കലും ഇത്രയധികം തക്കാളി ഇടാറില്ല. അപ്പം അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കറിയിൽ നമ്മൾ കൂടുതൽ ഉരുളക്കിഴങ്ങിന് ഇതായിട്ട് നമ്മൾ സവോളയാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഞാൻ 1.5 സവോളയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഞാൻ ഒരു 4 വലിയ സൈസ് തക്കാളിയും 2 ചെറിയ സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊട്ടറ്റോ എന്ന് പറയുമ്പോഴത്തേനും ഞാനൊരു മീഡിയം സൈസ്, ഇതിൻ്റെ പകുതി മുക്കാലോളം ക്വാണ്ടിറ്റിക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്ക് നമുക്ക് കൂടുതലായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് തക്കാളിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തക്കാളി വിത്ത് പൊട്ടറ്റോ സ്പൈസി മസാല എന്ന് തന്നെ പറയാൻ കാര്യം നമ്മൾ എരിവും ചേർക്കുന്നതിനനുസരിച്ച്.
അപ്പോൾ ഇത് നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നതിനായിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഇത് കസൂരി മെത്തിയുടെ ഇലയാണ്. അപ്പോൾ ഉണങ്ങിയ അത് നമുക്കൊന്ന് കൈ വെച്ച് നന്നായിട്ട് തിരുമിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ നമുക്ക് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് മസാല, അതിൻ്റെ ആവശ്യമായിട്ടുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ എരിവ് അനുസരിച്ച് ചേർക്കുക. ഞാൻ 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്, അതാദ്യം ശ്രദ്ധിക്കുക. 1.25 ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ വെജിറ്റബിൾ മസാല ഞാൻ 1.25 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ആ ഒരു മസാലയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചൊന്ന് കൂട്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കാര്യം ആ മസാലയുടെ പച്ചമണം മാറണം. അതിന് വേണ്ടിയിട്ട് മസാലയുടെ ആ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണ്. നമുക്കത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് ഉടച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 പൊട്ടറ്റോ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സ്പൈസി, ഈ ബേസിക് തക്കാളി വരുന്ന സ്പൈസി പൊട്ടറ്റോ നമുക്ക് ഏകദേശം നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞ ഒരു പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ആദ്യം ഞാൻ ആ ഉള്ളി വഴറ്റിയപ്പോൾ ഉള്ള ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു. ബാക്കി അതിനുള്ള ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മസാല നമ്മുടെ ഈ പൊട്ടറ്റോയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരാനായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ ഉരുളക്കിഴങ്ങിൽ മസാല പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് നമുക്കിതൊന്ന് തിളച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി എടുക്കുന്നത് എത്ര ഉരുളക്കിഴങ്ങ് എടുക്കുന്നോ അതിൽ നിന്നും ഒരു തക്കാളി കൂട്ടിയെടുക്കുക. അളവ് ഇപ്പം എന്ന് വെച്ചിട്ട് വലിയ ഉരുളക്കിഴങ്ങും ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിലല്ല, നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 300 ഗ്രാം തക്കാളിക്ക് ഒരു 400 എന്നുള്ള രീതിയിൽ 400 ഗ്രാം ഉരുളക്കിഴങ്ങ് എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ ഇതൊരു നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് വരികയും ചെയ്യും. ഏകദേശം അതിനകത്ത് ആ തിളയും വന്നു തുടങ്ങിയിട്ട് നമുക്കതിലേക്ക് മല്ലിയില ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർക്കാതിരിക്കാം. ഞാൻ മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഗ്രേവി ആക്കാനായിട്ട് ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളത്തോളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം എങ്ങനെയാണ്, അപ്പോൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. അങ്ങനെ ലൂസ് ഗ്രേവി തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾ മസാലയിൽ ചേഞ്ച് വരുത്തണം. കാര്യം ചേർക്കുന്നതിൽ കുറച്ച് മസാല രണ്ടാമത് നിങ്ങൾ ചേർക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇങ്ങനെ ചേർക്കാതെ നിങ്ങൾക്ക് വീണ്ടും രണ്ടാമത് മസാല വേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലിൽ നിങ്ങളൊരു ചീനിച്ചട്ടിയിൽ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഈ മസാലകളെല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിനകത്ത് ചേർക്കുക. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അതിൻ്റെ ആ പച്ച മണം ആ ഒരു മൂത്ത രീതിയിൽ തന്നെ ചേർക്കുക. ഇനി നമുക്കൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ സ്പെഷ്യൽ ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നമുക്ക് ഏതൊരു പലഹാരത്തിന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഈ സ്പെഷ്യൽ ഡിഷ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഞാനിപ്പോൾ ടേസ്റ്റൊക്കെ നോക്കി എല്ലാം കറക്റ്റാണ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാര്യം നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് കറി വെക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഈ ഉരുളക്കിഴങ്ങിൻ്റെ നമ്മൾ കറി വെച്ചിട്ടുള്ളത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും.
തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിലെ ഓരോ വീഡിയോയും കാണുക. അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നന്ദി.